session. Today BPAS 186, stress and time management. We'll be taking, today I am going to take 2 units, that is unit 2 and 3 of BPAS 186. Don't forget it, stress and time management. Okay. So here unit 2, the topic is understanding time management. Time management. See, time and a tide wait for none. അതാണ് തിയറി. മലയാളത്തിലെ കടലിലെ തിരമാലയും അതേമാതിരി സമയവും ആർക്കും വേണ്ടി കാത്തിരിക്കില്ല. അപ്പൊ ഇത് നമ്മൾ ഓഫീസിലും എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. പങ്ക്ച്വാലിറ്റി, അതിൽ നമ്മുടെ സ്ട്രെസ്, എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്, വീട്ടിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇപ്പോൾ കോളേജിലായിക്കോട്ടെ, വേറെ വേറെ യു ആർ ആൻഡ് ലോട്ട് ഓഫ് സ്ട്രെസ് ഉണ്ട്, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്. ഇതിന് ശേഷം എംപ്ലോയ്മെന്റ് ഇല്ല, ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയീസ്, ടെർമിനേഷൻ ഓഫ് എംപ്ലോയീസ്, അങ്ങനെ പിന്നെ റെഗുലർ ആയിട്ടുള്ള എംപ്ലോയീസിനെ കോൺട്രാക്റ്റഡ് ബേസിസിൽ എടുക്കുക, അങ്ങനെയുള്ള പല പല സ്ട്രെസ്, അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ചിലത് വരും. അതുകൊണ്ട് occupational disease, yes, that is also there. Now here consequence of wasting, അതെല്ലാം ഞാൻ elaborate പറഞ്ഞുതരാം. വേസ്റ്റിംഗ് ടൈം ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ടൈം. ഇവിടെ എന്താ, ഇതിൽ ഞാൻ പലതും പുസ്തകത്തിൽ ഇല്ലാത്ത പറയുന്നത് കേട്ടോ, ബാക്കിയൊക്കെ പുസ്തകത്തെ വായിച്ച് മനസ്സിലാക്കുക. റീഡ് ദ ടെക്സ്റ്റ് പ്രോപ്പർലി, ദ കോഴ്സ് മെറ്റീരിയൽസ് ആർ എക്സലന്റ്. വായിച്ച് മനസ്സിലാക്കുക, മനസ്സിലായില്ലേ? ദെൻ വെൻ യു ആർ റൈറ്റിംഗ് അസൈൻമെന്റ്, ക്രിയേറ്റീവ് സംതിങ്, യുവർ എബിലിറ്റി. ആളുടെ പുസ്തകം അങ്ങനെ കോപ്പി ചെയ്യരുത്, കാരണം എക്സാമിനേഷന് നിങ്ങൾ തന്നെ എഴുതണം, മനസ്സിലായി? ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, പുസ്തകം വായിക്കണം. പിന്നെ പരീക്ഷയുടെ 2 ദിവസം മുമ്പേ വായിച്ചാൽ പോരാ, കാരണം ഇതെല്ലാം ഡിസൈൻഡ് ബൈ വെൽ നോൺ പേഴ്സൺസ് ആക്ച്വലി ഇൻ ദ റിലവന്റ് ഫീൽഡ്. ഓക്കെ, ഭയങ്കര വലിയ വലിയ പ്രൊഫസേഴ്സ് ഒക്കെയാണ് ഇപ്പൊ വേരിയസ് യൂണിവേഴ്സിറ്റിയുടെ. അപ്പൊ അതുകൊണ്ട് ഈച്ച് ചാപ്റ്റർ, ഈച്ച് യൂണിറ്റ് ഡിസൈൻഡ് ഒരാളല്ല ഇത് എഴുതിയിരുന്നത്, ഓർക്കണം. അനവധി യൂണിവേഴ്സിറ്റിയിലെ സീനിയർ പ്രൊഫസർമാരാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ഈസി ആയിട്ട് തോന്നും, ഈസി അല്ലത് കേട്ടോ. അപ്പോൾ സ്കിൽസ് ഓഫ് ടൈം മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ, മാനേജർ, ദ ടൈം മാനേജ്മെന്റ് ഓഫ് വർക്ക് പ്ലേസ്. ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ടൈം മാനേജ്മെന്റ് മീനിങ്, അപ്പോൾ ഇതിന്റെ കോൺസിക്വൻസ്, വേസ്റ്റിംഗ് ടൈം, ടെക്നിക്സ് ഓഫ് ടൈം മാനേജ്മെന്റ്, സ്കിൽസ് ഓഫ് ടൈം മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ, മാനേജർ, ദ ടൈം മാനേജ്മെന്റ് ഓഫ് വർക്ക് പ്ലേസ്. ഇതാണ് നമ്മൾ പറയുന്നത്. സി, ഇവിടെ പറയുന്നത് നമ്മുടെ ഏറ്റവും ജുഡീഷ്യസ് യൂസ് ഓഫ് ടൈം, the judicious use of time to succeed in all aspects of life refers to the time management. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് 24 മണിക്കൂറാണ്. അത് പണക്കാർക്കും അതെ, നമുക്കും അതെ, ഒരേ ടൈമാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ടൈം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അവിടെ കിടക്കുന്നു നമ്മുടെ കഴിവ്. ഇപ്പോൾ നമ്മുടെ അഡാനി ആയാലും ശരി, അംബാനി ആയാലും ശരി, ടാറ്റ ആയാലും ശരി, എല്ലാവർക്കും 24 മണിക്കൂറുള്ളൂ. നമുക്കും 24 മണിക്കൂറാണ്. അതെങ്ങനെ നമ്മളെ ജുഡീഷ്യസ്ലി ടു സ്പെൻഡ് യുവർ ടൈം, ടു പ്ലാൻ യുവർ പ്രിയോറിറ്റീസ്. സമയം നമ്മളെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, ചില സമയത്ത് ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ പറയട്ടെ, 1 മിനിറ്റ് ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കും 1 മിനിറ്റ്, എന്ത് 1 മിനിറ്റ് 60 സെക്കൻഡ് അല്ലേ? ആ 1 മിനിറ്റിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 5 മണിക്ക് ഒരു വണ്ടിയുടെ വിചാരിക്കുക, ട്രെയിന്, നിങ്ങൾ 5:05 എത്തിയോ അല്ലെങ്കിൽ 5:01 എത്തിയോ, വണ്ടി പോയില്ലേ? അയ്യോ, റെയിൽവേ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വണ്ടി പോയി. അല്ലെങ്കിൽ പ്ലെയിൻ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അടച്ചിരുന്നെങ്കിൽ പിന്നെ തുറക്കില്ല. ഏതാ പ്ലെയിനില്, മനസ്സിലായില്ലേ? അതിന് മുമ്പേ നിങ്ങൾ എത്തേണ്ട ചുമതല നിങ്ങൾക്കല്ലേ? അപ്പോൾ ഈ 1 മിനിറ്റ് എന്ന് പറഞ്ഞാലും വളരെ വളരെ, 1 മിനിറ്റിന് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാഫിക് സിഗ്നല് ചില സമയത്ത് റെഡ് ആകുമ്പോഴേക്കാണ് ചാടിക്കിടക്കാന്നുള്ള ഉദ്ദേശത്തിൽ പോകുമ്പോൾ 1 മിനിറ്റ് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആക്സിഡന്റ് പറ്റുന്നത്. മനസ്സിലായോ? ഒരൊറ്റ മിനിറ്റ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കുറ്റം കൊണ്ടും അപകടം പറ്റാൻ, ചിലപ്പോൾ നിങ്ങൾ അല്ലാതെയും കുറ്റങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും, അപകടങ്ങൾ. അപ്പം ഒരു ടൈം. പിന്നെ അതേമാതിരി ജീവിതത്തിൽ അതേമാതിരി 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ, ആ 1 മിനിറ്റ് കളഞ്ഞാൽ ആ 1 മിനിറ്റ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല. ഇപ്പം അതായത് ഇപ്പോൾ നിങ്ങളുടെ നോക്കുള്ളൂ 3:54, 3:55, 3:54 ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചു കിട്ടുമോ? ഈ ദിവസം ഈ 3:54
അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ വിചാരിക്കുക 1 കഴിഞ്ഞാൽ 2 അതൊക്കെ അതെ. പക്ഷേ കഴിഞ്ഞത് തീർന്നു, പിന്നെ കിട്ടാൻ പോണില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് യുവർ ടൈം. അപ്പോൾ ഓരോരോ മിനിറ്റും വളരെ വാല്യുബിൾ ആണ്. അത് നമ്മൾ സമയത്തിന് പരിഗണന കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വഭാവമാണത്. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ UK പോയാൽ 1 മിനിറ്റ് വണ്ടി ലേറ്റ് സോറി 1 മിനിറ്റ് അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ് ലേറ്റാണ് പറഞ്ഞ് അനൗൺസ് ചെയ്യും. ഇവിടെ അനൗൺസ് ചെയ്തിട്ട് മിഞ്ഞാന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ 3.5-4 മണിക്കൂർ ലേറ്റ് ഒരു വണ്ടി. മനസ്സിലായില്ലേ? ഒന്ന് അനൗൺസ് ചെയ്യുന്നുണ്ടോ അതുമില്ല. ചിലപ്പോൾ 1 വരുന്ന പ്ലാറ്റ്ഫോമിൽ വരണ അനൗൺസ് ചെയ്ത് 1 ചില വണ്ടി വരുന്ന 2 അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സമയം വളരെ വളരെ ശ്രദ്ധയാണ്. ചില സമയത്ത് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് വരുന്ന ഭവിഷ്യത്തുകളും ഭയങ്കരമാണ്. നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ എന്താണ് ഇപ്പോൾ ഈ 1 മിനിറ്റ് കൊണ്ടെന്ന്. ഞാനൊരു ചെറിയ ഉദാഹരണം എൻ്റേതായ ഒരു ലൈഫിലത്തെ ഒരു കാര്യം പറയാം. ഒരു ദിവസം, അതായത് നിങ്ങൾക്കുള്ളൊരു മിനിറ്റിൻ്റെ പ്രത്യേകത, ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ചെയർമാൻ്റെ ഓഫീസിൽ അവിടെ എന്തോ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയിരിക്കണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് പിന്നെ അവിടെ സാധാരണ ഇരിക്കുന്ന ഒരാളുണ്ട്, വേറെ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരാളാണ്. അയാളെ ഞാൻ HR ആയിരുന്നു. അപ്പോൾ അയാളുടെ അടുത്താണ് ഈ മെയിൽ വരുന്നത് സാധാരണ. പക്ഷേ ചില ഡിസിപ്ലിനറി ഗ്രൗണ്ടിൽ എന്തു പറ്റി ഓർക്കണം, അയാളെ അവിടുന്ന് മാറ്റാൻ വേണ്ടി മാനേജ്മെൻറ്റ് തീരുമാനിച്ചു. അയാൾ ഞാൻ തന്നെയാണ്. കാരണം മൂപ്പരുടെ വർക്കിംഗ് ട്രാൻസ്പെറൻ്റ് ആയിരുന്നില്ല. സീക്രസി ലൂസി അവിടുത്തെ ചെയർമാൻ്റെ ഓഫീസിൽ അങ്ങനെ പല സംഗതികൾ കംപ്ലൈൻറ്റ് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്ത്. പിന്നെ HR-ൻ്റെ ആയിരുന്നല്ലോ പ്രപ്പോസ്. എന്നിട്ട് അത് ബോർഡിൽ അത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസൈഡ് ചെയ്തിട്ടാണ് അവർ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ തീരുമാനിക്കലും അത് കഴിഞ്ഞ് അയാളെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. ഈ ട്രാൻസ്ഫർ ചെയ്തിട്ട് അങ്ങോട്ട് അയാളെ അവിടെ നിന്ന് എഴുന്നേൽക്കും. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ പോസ്റ്റ്മാൻ ഇട്ട് വരുന്നു മെയിലും കൊണ്ട്. പോസ്റ്റ് ഓഫീസിൽ നിന്നാണ്, കാരണം പോസ്റ്റ് ബോക്സ് ഉണ്ട് നമുക്ക്. അതും കൊണ്ട് വരികയാണ് കമ്പനിയുടെ ഗവൺമെൻറ്റിൻ്റെ മെയിലിൽ വന്നത് ഒരു കവർ. അപ്പോൾ റിസീവ് ചെയ്തത് ഞാനായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനായിരുന്നു റിസീവ് ചെയ്തത്. കാരണം അയാൾക്ക് സൈൻ ചെയ്ത് കൊടുക്കണമല്ലോ. ആ കവറ് തുറന്നു നോക്കിയപ്പോൾ കോടതിയിൽ നിന്ന് വന്ന ചിലതാണ് പേപ്പർ. നേരെ മറിച്ച് ഈ പേപ്പർ 1 മിനിറ്റിന് മുമ്പേ ഈ പോസ്റ്റ്മാൻ വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അയാളുടെ കയ്യിൽ പോയെങ്കിൽ വളരെ അപകടകരമായിരുന്നു. എൻ്റെ കയ്യിൽ വന്നു. ഞാൻ പിന്നെ അത് തുറന്നു. ഞാനും കമ്പനി സെക്രട്ടറിയും കൂടി അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തു. പക്ഷെ അവിടെ എന്താ പ്രശ്നം വന്നു വെച്ചാൽ കമ്പനി സെക്രട്ടറി തലയിൽ കൈ വെച്ചു. അതായത് അയ്യോ നമ്മുടെ കയ്യിൽ കിട്ടിയത് നന്നായി എന്ന്. അപ്പം ചില സമയത്ത് അപ്പം എന്താ പറയുന്നത്, ആ 1 മിനിറ്റ് കൊണ്ടാണ് അയാൾ പോലും എൻ്റെ ഇത് കിട്ടലും. അതല്ലെങ്കിൽ അത് അയാളുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്താ വെച്ചാൽ അത് മേടിച്ചിട്ട് വായിച്ച് അങ്ങനെ പല കമ്പനി സീക്രട്ടും ഇതിൻ്റെയൊക്കെ പല കാര്യങ്ങളുണ്ടല്ലോ, കോടതിയിലും മറ്റേതൊക്കെ ഉള്ള പല പേപ്പേഴ്സ് ഉണ്ട്. അയാളുടെ കൈ കിട്ടാൻ പാടില്ല ശരിക്കും. അത് എൻ്റെ കയ്യിൽ കിട്ടി. അതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതങ്ങനെ 1 മിനിറ്റിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വരും. അതുകൊണ്ട് ഇതിൻ്റെ ടൈം നമ്മൾ ശ്രദ്ധിക്കുക. അതുമാതിരി വർക്കേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് പിന്നെ സമയം പറഞ്ഞാൽ അവർക്ക് ബാധകമല്ല. ഇന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ ഇപ്പം 10 മണി പറഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ നോക്കണ്ടു ഈ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ നാട റിബൺ കട്ടിയാൻ. പങ്ക്ച്വാലിറ്റി നെവർ. അറിയാമോ നിങ്ങൾക്ക്? പ്രാവശ്യം നരസിംഹറാവു വെൻ യു ദ പ്രൈം മിനിസ്റ്റർ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഹ്യൂമൻ റിസോഴ്സ് ഓർമ്മയില്ല എനിക്ക്, ഡൽഹിയിലൊരു ഇനാഗ്രേഷൻ പോയി. എന്തോ 5:30 6 മണിക്ക് എന്തോ ടൈം, 5:30 എന്തോണം സംതിങ്. ഡൽഹിയിൽ 5:30 PM. ഇയാള് 5:30 പോയി. ഒരൊറ്റ കുട്ടി ഉണ്ടായിരുന്നില്ല. പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആ സമയത്ത്. അതോ ഇയാൾ HR മിനിസ്റ്ററാണ് തോന്നുന്നുണ്ട്. പോയപ്പോൾ അവിടെ ഒരൊറ്റ കുട്ടിയില്ല. എന്താ കാരണം അറിയുക?
5:30 എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ 6:30 വരുമോ അല്ലെങ്കിൽ 7 മണിക്ക് വരുമോ, ആരും അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആരും 5:30 വന്നില്ല. അയാൾ വന്നിട്ട് പോയി. പിന്നീടാണ് ഓർഗനൈസേഴ്സ് അറിഞ്ഞു അങ്ങനെ മിനിസ്റ്റർ വന്നിട്ട് പോയി എന്ന്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും ചിലപ്പോൾ ടൈം. പക്ഷെ ചിലർ ടൈം വളരെ കൃത്യനിഷ്ഠതയുള്ളവരുണ്ട് കേട്ടോ, വളരെ കൃത്യനിഷ്ഠതയുള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വേണ്ട. ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് ടോപ്പ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ കീപ് എക്സ്ട്രീംലി ബിസി ഷെഡ്യൂൾ ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ദെയർ ലീഡർഷിപ്പ് റിക്വയർമെന്റ്സ് ഓഫീസ് വർക്ക്. അങ്ങനെ വളരെ ടോപ്പ് ലീഡേഴ്സ് വളരെ ഇപ്പം നമുക്ക് ടാറ്റയുടെയൊക്കെ ഓർത്തോ, നമ്മുടെ അംബാനി, വളരെ തിരക്ക് പിടിച്ച മനുഷ്യരാണ് ഓഫീസിലത്തെ വർക്ക്. അതുമാതിരി മറ്റുള്ള പല 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 കാര്യങ്ങൾ. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഫീലിംഗ് സ്ട്രെസ് ഡ്യൂ ടു പക്ഷെ ഇവർക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും കേട്ടോ. അതായത് എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. അനിൽ അംബാനി പ്രാവശ്യം പറയണ്ടേ, ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം അയാൾ 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് ജോഗിങ് എല്ലാം ചെയ്തിട്ട്, ജോഗിങ് കഴിഞ്ഞിട്ട് ട്രൗസറും ആ ബനിയനും ഇട്ടിട്ട് അങ്ങനെ പോളിംഗ് ബൂത്തിൽ പോവാണ്. എന്താ കാരണം അറിയോ? ഇവർ ഈ ജോഗിങ് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ സ്ട്രെസ് തലേന്ന് ഇറങ്ങണ്ടേ. കാരണം ഓഫീസിൽ കണ്ടമാനം ഇവർക്ക് ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളും ഉള്ളുണ്ട്. ഒരു എത്രയോ കമ്പനികളുള്ളതല്ലേ. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ബോഡി നമ്മള് റിയാക്റ്റീവ് ഇതായിരിക്കണല്ലോ കംപ്ലീറ്റ്. അപ്പോ ഇവിടെ എന്താണ് പറയുന്നത്? നോർമലി ഒന്ന് ഞാൻ പറഞ്ഞത് ജുഡീഷ്യസ് യൂസ് ഓഫ് ടൈം. പിന്നെ ടൈം മാനേജ്മെന്റ് അറ്റ് ദി വർക്ക് പ്ലേസ്, അത് ഇവിടെ സൂക്ഷിക്കണം. വർക്ക് പ്ലേസിൽ 9 മണി പറഞ്ഞ 9 മണിക്ക് എത്തുക, 9:05 9:05 3 പ്രാവശ്യം എത്താൻ. അത് കഴിഞ്ഞാൽ ഹാഫ് ഡേ നിങ്ങൾ കട്ട് ചെയ്യും. അപ്പൊ 9:05 പറഞ്ഞാൽ നിങ്ങളെ 3 പ്രാവശ്യം അനുവദിക്കൂ, അല്ലെങ്കിൽ അത് ഗ്രേസ് പീരീഡ്. അപ്പൊ നിങ്ങൾ ടൈമിന് അവിടെ എത്തണം. എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ടൈം മാനേജ്മെന്റ്. ബെറ്റർ യു മാനേജ് ദ ടൈം, ദ മോർ അറ്റ്ലീസ്റ്റ് യു വിൽ സക്സീഡ് മോർ. ബെറ്റർ നിങ്ങളുടെ ടൈം നിങ്ങൾ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്യുക. നോട്ട് അബൌട്ട് എഫക്റ്റീവ്ലി നമ്മുടെ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫാസ്റ്റിൽ പോകാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ സ്പീഡിൽ പോകണം വെച്ചിട്ടല്ല, എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യണം, ടൈം യൂട്ടിലൈസ് ചെയ്യണം. ഒരു കാര്യം, നമ്മളെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കര സ്പീഡിൽ നമുക്ക് സമയം പാസ് ചെയ്യണം പറഞ്ഞാണ് ഓടിച്ചാലോ വണ്ടി എക്സ്പ്രസ് ഹൈവേയിലേക്ക്. അതല്ല പ്രധാനം. സ്പീഡിൽ പോകാന്ന് വെച്ചാൽ എഫക്റ്റീവ് ഡ്രൈവിംഗ് ഈ സാഹസം ഇറക്കിയായിരുന്നോ, അല്ലെങ്കിൽ അപകടം വരില്ലേ. അപ്പൊ അതുകൂടി ശ്രദ്ധിക്കണം. എൻ്റെ ടൈമിൽ നിങ്ങൾ സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ അതല്ല അതിൻ്റെ അർത്ഥം. ടൈം എഫക്റ്റീവ്ലി യൂട്ടിലൈസ്, ജുഡീഷ്യസ് വേ, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ വേറൊന്ന്, ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് കോൺട്രിബ്യൂട്ട് ടു ദ ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് ടൈം. യെസ്, ഓക്കെ, ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് ഡീൽസ് വിത്ത് എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ടൈം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ടൈം മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതായത് ബാക്കി നിങ്ങൾ വായിക്കുക. അതായത് അനലൈസിങ് നിങ്ങളുടെ ടൈം. 2, പ്ലാനിങ് വേണം. ആദ്യം എന്താ ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ, പ്ലാനിങ് വേണ്ടേ, ഓരോരോ ദിവസം എന്താ ചെയ്യേണ്ടെന്ന് പ്ലാനിങ്. അടുത്തത് പിന്നെ അനലൈസിങ് ഞാൻ ആൾറെഡി പറഞ്ഞു. പിന്നെ അനാലൈസിസ്, അത് കഴിഞ്ഞിട്ട് പ്ലാനിങ് വേണം. ചില സമയത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ചില സമയത്ത് ഒന്നല്ലെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇതല്ലെങ്കിൽ ഏതാണ് അപ്പൊ ബെസ്റ്റ് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ജോബ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഓഫീസിൽ, ജോബ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അപ്പൊ അതില് ചിലപ്പോ നമ്മൾ അത് ചെയ്യണം. 9:05 വേറെ, 9:10 വേറെ, അല്ലെങ്കിൽ 11 മണിക്ക് വേറൊരു മീറ്റിംഗ്, 11:30 വേറൊരു, അങ്ങനെ പലതും ഉണ്ടായിരിക്കും ഷെഡ്യൂൾസ്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ചീഫ് മിനിസ്റ്ററൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതേമാതിരി ഒരു ഷെഡ്യൂൾ ഉണ്ട്. അവർക്ക് പലയിടത്തും പോകണം, അവിടത്തും ഇവിടെയൊക്കെ അങ്ങനെ അതേമാതിരി ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പൊ ആ സമയം പാലിക്കണം ചില സമയത്ത്, മനസ്സിലായില്ലേ. അപ്പോ പിന്നെ വേറൊന്ന്, പിന്നെ മൾട്ടി ടാസ്കിങ്. ചില സമയത്ത് പല വിധത്തിലുള്ള ടാസ്ക് ഉണ്ടായിരിക്കും, മൾട്ടി ടാസ്ക്. അപ്പൊ അതിന് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ടൈം ഈസ് ലിമിറ്റഡ്. എല്ലാവർക്കും ഒരേ സമയമാണ്, മനസ്സിലായില്ല. ഫുൾഫിൽ ദി അൺലിമിറ്റഡ് വൺ വിത്തിൻ ദ അവൈലബിൾ ടൈം. സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളെ, അതായത് എല്ലാവർക്കും ടൈം ഈക്വൽ ആണ്. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യുക പ്രോപ്പർലി, അതാണ് അതിന്റെ അർത്ഥം. ഇൻഡിവിജ്വൽ ഗെറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് ടൈം, പറഞ്ഞല്ലോ ഞാൻ. ഓക്കെ, ടു ക്യാരി ഔട്ട് ആൻഡ് റെസ്പോൺസിബിൾ വേ. അപ്പോ വാല്യൂ ഓഫ് ടൈമിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്.
വാല്യൂ ഓഫ് ടൈം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇന്ന് വേണ്ട നാളെ, പക്ഷേ അത് നാളെയെ ചില സമയത്ത് പലത് അത് ശരിയായ ഇത് വരില്ല. കാരണം ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം, മനസ്സിലായി. നാളേക്ക് നീട്ടി വയ്ക്കാൻ പറ്റാവുന്നത് നാളേക്ക് നീട്ടി വയ്ക്കാറുള്ളൂ. അല്ലാണ്ട് ഇന്ന് ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണം വിചാരിക്കുക, ഇന്ന് എടുക്കണം നാളെ എടുത്താൽ എന്തായാലും ചില സമയത്ത് ഇഞ്ചക്ഷൻ ഇന്ന് എടുക്കണം, അത് നാളെ എടുക്കാൻ പറ്റുമോ? നാളെ എടുക്കാൻ പറ്റും, പക്ഷെ ചില സമയത്ത് അതിന് മുമ്പേ ആൾ ക്ലോസ് ആവും. ഇഞ്ചക്ഷൻ എടുക്കേണ്ട സമയത്തല്ല ഇഞ്ചക്ഷൻ ചെയ്യുക, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന്. പിന്നെ ടൈം സേവിങ്, എങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും? ടൈം മാനേജ് ചെയ്യുമ്പോൾ നോക്കൂ, ഇൻഡിവിജ്വൽ എനേബിൾസ് ഹർ ടു അസൈൻ സ്പെസിഫിക് ടൈം സ്ലോട്ട്സ് ടു ഡിസൈഡ് ആക്ടിവിറ്റീസ് ആസ് പെർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ടൈം ഇവിടെ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഇൻഡിവിജ്വൽസിനെ ഇത് എംപവർ ചെയ്യണത്. അതായത് ഓരോരോ ജോലി ചെയ്യാൻ ചിലർക്ക് എല്ലാം നമ്മൾ ചെയ്യാൻ വെക്കരുത്. അത് ഡെലിഗേറ്റ് റെസ്പോൺസിബിലിറ്റി ടു അതർ മെമ്പേഴ്സ്, എല്ലാവർക്കും. അതേമാതിരി പ്രോപ്പർലി യൂട്ടിലൈസ് ദ ടൈം ത്രൂ സ്മാർട്ട് സ്ട്രാറ്റജി ആൻഡ് മാനേജ് ദ അലോക്കേറ്റഡ് ടൈം എഫക്റ്റീവ്ലി സോ ദാറ്റ് ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ സ്പെസിഫിക് ടൈം. അതേ ഒരു അലോട്ടഡ് ടൈം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പലരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. സ്മാർട്ടായിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇവിടെ ഒരു ഇത് പറയാനുള്ളത് എന്താണ്, ഈ സ്ട്രാറ്റജി നോക്കൂ. പിന്നെ സ്മാർട്ട് എന്താണ്? സ്മാർട്ട് റെഫേഴ്സ് ടു സ്പെസിഫിക്, സ്പെസിഫിക്. പിന്നെ 2 മെഷറബിൾ, SMART, സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് റിയലിസ്റ്റിക്, നമ്മൾ എന്തെങ്കിലും ഇത് റിയലിസ്റ്റിക് ആയിരിക്കണം ചിലത്, ആൻഡ് ടൈം ബൗണ്ട് ആയിരിക്കണം. അതാണ് സ്മാർട്ട്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. സ്മാർട്ട് പറഞ്ഞാൽ സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട്. ഇതാണ് സ്മാർട്ട്. സോ മാനേജ് ദ അലോക്കേറ്റഡ് ടൈം, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ വേറെ ഇതിൽ പറയാനുള്ളത്, നമ്മൾ ഹൗ ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ടൈം മാനേജ്മെന്റ് എംപവർ അതിനുള്ളത് ഇൻഡിവിജ്വൽ. ഓക്കെ. അസൈൻ സ്പെസിഫിക് ടൈം സ്ലോട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് കംപ്ലീറ്റഡ് സ്പെസിഫിക് ടൈം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് പ്ലാനിങ് ഫോർ എഫക്റ്റീവ് ടൈം ഇൻ വ്യൂ ഓഫ് ദി അബവ് ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്. പ്ലാനിങ് ഫോർ എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ്, പ്രിയോറിറ്റൈസ്. അതായത് എന്താണ് ആദ്യം ചെയ്യേണ്ടത്? 10 മണിക്ക് എന്ത് ചെയ്യണം, 10:30 എന്ത് ചെയ്യണം, 11 മണിക്ക് എന്ത് ചെയ്യണം, അത് പ്രിയോറിറ്റൈസ് ചെയ്യുക. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഡെലിഗേഷനോ. ചിലവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണം, എല്ലാം നിങ്ങൾ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. അതാണ് ഇപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിലൊക്കെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, അല്ലാണ്ട് ചീഫ് മിനിസ്റ്റർക്ക് എല്ലാം ചെയ്യാൻ പറ്റും. സോ അതേമാതിരി നമ്മുടെ കമ്പനികളിൽ നോക്കൂ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സെക്രട്ടേറിയൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, HR ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ, ഉത്തരവാദിത്തങ്ങൾ. അല്ലാണ്ട് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർക്ക് എല്ലാ കാര്യം ചെയ്യാൻ പറ്റുമോ? സെറ്റിംഗ് ഗോൾസ്. നിങ്ങൾക്ക് എപ്പോഴും ഗോളാണ് വേണ്ടത് ടു അച്ചീവ് സക്സസ്. ഇത് ഞാൻ വളരെ പ്രധാനപ്പെട്ടായിട്ട് കാര്യം പറയട്ടെ. നിങ്ങൾ ജീവിതത്തിൽ സക്സസ് ആവണമെന്ന് വെച്ചാൽ ചില ഗോളൊക്കെ വേണം. എനിക്കിപ്പോൾ സപ്പോസ് 22 വയസ്സ്, ഞാൻ 25 വയസ്സിൽ എന്താകണം, 28 വയസ്സിൽ എന്താകണം, 30 എന്താകണം, 35 അല്ലെങ്കിൽ 40 എന്താവണം. ഇതൊരു ഗോൾ വേണം. എന്നിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അല്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നാൽ നമ്മൾ 10ാം ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ മതി, ജീവിത അവസാനം ഇനി പാര് പഠിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും കേട്ടോ. നിങ്ങളെ ഓരോന്ന് നമ്മളെ പഠിച്ച് ഓരോരോ ജോബ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതനുസരിച്ച് സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം, ക്വാളിഫിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേപ്പിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഗോൾസ് ആർ വെരി വെരി എസെൻഷ്യൽ. എല്ലാവർക്കും ഗോൾ. ഇപ്പം നമ്മൾ ചന്ദ്രനിലേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ സൂര്യനിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഗോളൊക്കെ ഉണ്ടല്ലോ. ആ ഗോൾ ഉണ്ടെങ്കിലല്ലേ അച്ചീവ് ചെയ്യാൻ പറ്റൂ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ MA കഴിഞ്ഞാൽ നമുക്ക് മറ്റു വേണം, ചിലപ്പോൾ IPS എടുക്കണം, ചില IAS എടുക്കണം. ആ ഗോൾ ഉണ്ടാവേണ്ടല്ലേ നമ്മൾ, എന്നിട്ട് അത് സക്സസ് ആവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡെഡ് ലൈൻ ഫിറ്റ് ചെയ്യണം. നിങ്ങൾ ഗോൾ ഉണ്ടാക്കിയാൽ മാത്രം പറയാം ഞാൻ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യും, അതും കൂടിയും വരണം, മനസ്സിലായോ? ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഗ്രാജുവേറ്റ് ആവണതിന് മുമ്പേ CA എടുത്തുള്ളൂ. ഗ്രാജുവേറ്റ് ആയിട്ടില്ല, അതിനു മുമ്പേ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി. കാരണം +2 ശേഷം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മോണിറ്ററിങ് ടു എൻഷുർ കംപ്ലീഷൻ ഓഫ് ടാസ്ക് ഇൻ അലോക്കേറ്റഡ് ടൈം പറഞ്ഞു. Thus, it can be stated that time plays a vital role in finishing of tasks within the stipulated time frame. അപ്പോൾ അതേമാതിരി നമ്മുടെ അവൈലബിൾ ടൈം, നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമ്മൾ പ്ലാൻ ചെയ്തെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടും. We will explain the significant time management in an organization that may be public or private. Okay.
പിന്നെ ഇത് ഡെലിഗേഷൻ ഞാൻ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം ടീം ലീഡർ ആരാണെന്ന് വെച്ചാൽ ഓഫീസറെ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആ ആൾക്ക് ജോലി ചെയ്യാനുള്ള കഴിവുണ്ടെന്നോ അയാൾ പറഞ്ഞ പണി ചെയ്യുമെന്നും കൂടി നോക്കണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഡെലിഗേറ്റ് ചെയ്ത് വിചാരിക്കും. കമ്പനി സെക്രട്ടറി ജോബ് ആരെങ്കിലും വേറെ ആൾക്കും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് സെക്രട്ടറിയൽ ഇത് വേണം, നോളജ് മറ്റേതൊക്കെ വേണം. അതേമാതിരി കമ്പനി സെക്രട്ടറിയുടെ ഇത് അയാൾ ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പൊ എല്ലാ പവറും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായില്ലേ? അപ്പൊ അതൊന്ന്. സോ ലീഡർ ഡെലിഗേറ്റ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. പിന്നെ കപ്പാസിറ്റി നോക്കിയിട്ട് വേണം മനുഷ്യന്റെ. ചിലർ സിൻസിയർ ആണോ, അയാൾക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നിട്ട് നോക്കിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യാൻ പറ്റൂ കേട്ടോ. ഡെലിഗേഷൻ കൊടുക്കാൻ പറ്റൂ. അതേമാതിരി ആൻഡ് യുനോ അപ്പോൾ എന്തുണ്ട് ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഓഫീസ് ചെയ്യുമ്പോൾ ചെന്നാൽ മസ്റ്റ് അത് വേറൊരു ഇതിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ടത് എന്താണ്, പിന്നീട് ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ തീരുമാനിക്കുക. അത് അടുത്ത് വരുന്നുണ്ട്, അപ്പോൾ പറയാം. അടുത്ത സിഗ്നിഫിക്കൻസ് ഓഫ് ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ that have succeed work and other personal endeavors. By following time management, an individual or employee can achieve more success. അപ്പൊ നിങ്ങൾ ടൈം മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസും അതേമാതിരി വരും. ഓക്കെ, സിഗ്നിഫിക്കൻസ്. ഓക്കെ, നൗ ബൈ ഫോളോയിങ് ടൈം. ഓക്കെ, മീറ്റ് ഡെഡ് ലൈൻ, യൂട്ടിലൈസ് സാഹചര്യം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കില്ല, നിങ്ങൾ സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോ ഞാൻ ഉദാഹരണം ഞാൻ പറയട്ടെ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് പോട്ടെന്ന്, എന്തിന് ജൂണിൽ പരീക്ഷ ഇരിക്കണേ, ഞാൻ ഡിസംബറിൽ എഴുതാം, പോട്ടെ ഒരു പേപ്പർ ഞാൻ അടുത്ത ജൂൺ. എന്തിനാ അങ്ങനെ എഴുതുന്നത് പരീക്ഷ? ഈ പരീക്ഷ എന്തിനാ എഴുതുന്നത്? പരീക്ഷ എഴുതുന്നത് പാസ്സാവാൻ വേണ്ടിയിട്ടും ടൈമിൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ കാരണം അറിയോ? നിങ്ങൾ അങ്ങനെ വിചാരിച്ച്, കാരണം നമുക്ക് ചില ഇപ്പോൾ വിഗ്നുവലിനെ പലരും കാണാം, ഞാൻ സാർ അടുത്ത പ്രാവശ്യം ഞാൻ എന്താ, അതായത് അവനവൻ്റെ ഓരോ ഓപ്ഷനാണ്. കാരണം ഒരു പേപ്പർ ഇപ്പോൾ എഴുതാം, ഒരു പേപ്പർ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആലോചിച്ചോളൂ കേട്ടോ. സപ്പോസ് ഇപ്പം ഞാൻ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഡിസംബറിൽ കംപ്ലീറ്റ് ചെയ്ത് എല്ലാം ഇത് കഴിഞ്ഞു, നിങ്ങൾ പ്രൊജക്ട് റിപ്പോർട്ട് തമ്മിൽ നിങ്ങൾക്ക് ജനുവരിയിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്താ കൺവോക്കേഷൻ ഉണ്ടായിരുന്നു, ഫെബ്രുവരിയിൽ കൺവോക്കേഷൻ ഉണ്ടായിരുന്നു, സോറി ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ കൺവോക്കേഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൺവോക്കേഷനിൽ കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ ഡിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കൺവോക്കേഷനിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വീട്ടിലേക്ക് അയക്കും. അതിന് നിങ്ങൾക്ക് ഫീസും കൊടുക്കണം. കാര്യം മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്. രണ്ടാമത്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്താലേ സർട്ടിഫിക്കറ്റ് കിട്ടും. ഒരു പരീക്ഷ ഇന്ന് എഴുതി അടുത്ത പരീക്ഷ, അപ്പം നിങ്ങൾക്ക് 2ഉം 3ഉം അറ്റംപ്റ്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടൂ. അതുവരെ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റും ആവില്ല, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റും കിട്ടില്ല. ഓർമ്മിക്കണം, ഇത് ഡിസ്റ്റൻസ് ലേണിംഗ് അല്ല, ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ റെഗുലർ കോഴ്സാണ് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പഠിക്കുന്നത് റെഗുലർ കോഴ്സായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പാസ്സായാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യുക? അതേമാതിരി നിങ്ങളിപ്പോൾ MA പാസ്സായാലേ നിങ്ങൾക്ക് MAക്കുള്ള യോഗ്യതയ്ക്കുള്ള അപ്ലൈ ചെയ്യാൻ പറ്റൂ. PSC ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. പാസ്സായിട്ടില്ലെങ്കിലോ? അപ്പം നിങ്ങൾക്ക് ഈ പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നോക്കുക ആളുകൾ. അതുകൊണ്ട് വളരെ ലേസിനെസ് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ ഒന്നും തുടങ്ങിയതല്ല. സ്റ്റുഡൻസിൻ്റെ എത്രയോ കാലം അതൊക്കെ ചിലപ്പോൾ കാഷ്വൽ അപ്രോച്ചാണ് ചിലരെ. അതുകൊണ്ട് കാഷ്വൽ അപ്രോച്ച് അവർ തന്നെ എഫക്ട് ചെയ്യും. കാരണം എന്തെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു വേക്കൻസി വരുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. KS ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ എൻ്റെ വോയിസ് മെസ്സേജ് ഉണ്ട് ആൾറെഡി. ഇവിടെ പഠിക്കുന്ന പല കുട്ടികളും സിവിൽ സർവീസ് പരീക്ഷ ഇരിക്കുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഞാനാണ് എടുക്കുന്നത്. മനസ്സിലായത്? പല കുട്ടികളും സർവീസാണ്. ഇപ്പം ഞാൻ വരുന്നതിന് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നു, സാർ ഞാൻ അസൈൻമെൻറ്റ് ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഞാൻ സബ്മിറ്റ് ചെയ്താൽ മതിയോ, ബിക്കോസ് ഐ എം ഗോയിങ് ടു അപ്പിയർ ഫൈനൽ MBBS എന്ന് പറഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് ഇതുണ്ട്. അതുകൊണ്ട് എനിക്ക് 2 ദിവസത്തെ ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞു. നോക്കൂ, അങ്ങനത്തെ കുട്ടികളാണ്. അതേമാതിരി എത്രയോ ലോയേഴ്സ് ഉണ്ട് നമ്മുടെ. എൻ്റെ ഇപ്പോൾ വാട്സാപ്പിൽ തന്നെ കാണാം കുട്ടികൾ, നമ്മുടെ കുട്ടികൾ അഡ്വക്കേറ്റ് സോയിൻസോ ഓരോരുത്തർ LLM ആണ്, സ്റ്റാൻഡിങ് കൗൺസിലാണ്, സെൻട്രൽ ഗവൺമെൻറ്, അങ്ങനെ ഹൈ പോസ്റ്റുള്ളവരാണ്. അത് എങ്ങനെ കിട്ടുന്ന ക്വാളിഫിക്കേഷനിൽ കിട്ടുന്നതൊക്കെ. അപ്പം അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് ടു ആൾ അവർ ഡിയർ ലേണേഴ്സ്, complete the course as early as possible so that
whenever opportunity comes, you can apply. That's all. Rest is up to you. Okay. ഞാൻ എല്ലാ കാരണം കഴിയുന്നതും കംപ്ലീറ്റ് ചെയ്യും. അതല്ല അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാറും ചില സമയത്ത്. പിന്നെ ഞാനൊരു കാര്യം കൂടി വേറെ കൂടി ചോദിക്കട്ടെ. ശരി, ഇപ്പൊ എഴുതൂ, കുറെ കഴിഞ്ഞിട്ട് എഴുതൂ, അടുത്ത കൊല്ലം എഴുതൂ, അത് കഴിഞ്ഞിട്ട് എഴുതൂ. എന്ത് ചെയ്യും? നിങ്ങളെ ഇതിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ട്. പ്രൊജക്ട് ഗൈഡിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വിചാരിക്കുക. പ്രൊജക്ട് ഗൈഡ് പിന്നെ നിങ്ങൾ വേറെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. അത് പിന്നെ അപ്രൂവ് ചെയ്ത് വരുമ്പോഴേക്കും പിന്നെ ഒരു 6 മാസം പിടിക്കും. കാര്യം മനസ്സിലായോ? സമയം വളരെ വളരെ പ്രഷ്യസ് ആണ്. അത് യൂട്ടിലൈസ് ചെയ്യുക തന്നെ. എന്ത് റിഗാർഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ടൈം മാനേജ്മെന്റ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ടാസ്കും ഡെഡ് ലൈൻസ് ഉണ്ട്. നമ്മൾ പിന്നെ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഈ ഡിസിപ്ലിൻ പറഞ്ഞാൽ വിത്തിൻ, അല്ലാണ്ട് എൻഫോഴ്സ് ചെയ്തിട്ടുള്ള ഡിസിപ്ലിൻ അല്ല. ഇങ്ങനെയാണ് അങ്ങനെ അല്ല. നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളും കടിഞ്ഞാണില്ലാത്ത കുതിര ഹോസ് ഒരേ മാതിരിയാണെന്ന്. അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോവും. മനസ്സിലായോ? അപ്പോൾ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്തിട്ടല്ല, സെൽഫായിട്ട് വേണ്ടതാണ് ഡിസിപ്ലിൻ. ഡെഡിക്കേറ്റഡ് ആൻഡ് പങ്ക്ച്വൽ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യൂ. ഡിസിപ്ലിൻ, ഡെഡിക്കേറ്റഡ് ആൻഡ് പങ്ക്ച്വൽ. ജീവിതത്തിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ ഈ സെൽഫ് ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. ഡെഡിക്കേഷൻ വേണം, പങ്ക്ച്വാലിറ്റി വേണം, ലോയൽറ്റി വേണം. അണ്ടർലൈൻ ദീസ് വേർഡ്സ്. പങ്ക്ച്വലായിരിക്കണം ഓരോരോ കാര്യങ്ങളിലും. ഡെഡിക്കേറ്റ്. അതായത് എവിടെ നിങ്ങൾ ജോലി ചെയ്താലും ശരി, ഒരു കമ്പനി ജോലി ചെയ്യുമ്പോൾ കമ്പനി കുറ്റം പറയല്ല. കമ്പനിയോട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേറെ കമ്പനി പോകാം. പക്ഷെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി പറ്റി കുറ്റം. ഡെഡിക്കേറ്റഡ്, ഏറ്റവും നിങ്ങൾക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഡിസിപ്ലിൻ വേണം. പിന്നെ ടൈം മാനേജ്മെന്റ് എൻകറേജസ് എംപ്ലോയി ടു റിമെയിൻ പ്രൊഡക്റ്റീവ്. യെസ്. പിന്നെ ടീം ലീഡർ ഉണ്ടാവും. ഓരോന്നിനും ടീം ലീഡറായിട്ട്. അതായത് നമ്മുടെ അയാളെ പിന്നെ ഈ ആരെങ്കിലും ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ടൈം വേസ്റ്റേഴ്സ്, അപ്പോൾ അവരൊക്കെ അത് കൺട്രോൾ ചെയ്യണം. ടീം ലീഡേഴ്സ് അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ കാരണം പ്രൊഡക്ടിവിറ്റി അഫക്ട് ചെയ്ത് ഡിസ്കറേജ്. കാരണം എംപ്ലോയീസ് ഒക്കെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് മോർ പ്രൊഡക്ടിവിറ്റി വിത്ത് ലെസ് മാൻ പവർ ആണ്. അപ്പോൾ വെൽ ഓർഗനൈസ്ഡ് എംപ്ലോയി അവരെ എപ്പോഴും അവരുടെ കരിയറും എഫക്റ്റീവ്ലി അവർ ഓരോരോ അസൈൻമെന്റും കംപ്ലീറ്റ് ചെയ്യുന്നു, കരിയർ പ്ലാൻ ചെയ്യുന്നു. അതേമാതിരി ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം. പിന്നെ ഇൻഡിവിജ്വൽ എംപ്ലോയി കീപ്സ് ഹിംസെൽഫ്. വേറൊരു കാര്യം, ഈ എംപ്ലോയീസ് നമ്മളെ എന്താണ് കമ്പനി നടക്കുന്ന കമ്പനിയിൽ അതറിയണം. പിന്നെ സറൗണ്ടിങ് മറ്റുള്ള നമ്മുടെ രാജ്യത്ത് സ്റ്റേറ്റിലൊക്കെ എന്താ നടക്കണമെന്നും കൂടി അറിയണം. ഓരോരോ കാര്യങ്ങൾ കേട്ടോ, അതും കൂടി അറിയണം, ഓരോ സംഭവങ്ങൾ. പിന്നെ അപ്ഡേറ്റഡ് അസൈൻമെന്റ്. ഓക്കെ, അങ്ങനെ ലീഷർട്ട്. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ചില സമയത്ത് നിങ്ങൾ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കരുത്. ചില സമയത്ത് റെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങൾ ബാധിക്കും. അതാണ് ഓരോരോ IT കമ്പനി ചില സമയത്ത് നീ സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് വാ ഒരു ട്രിപ്പ്, അല്ലെങ്കിൽ മലേഷ്യയിൽ പോയിട്ട് വാ എന്ന് പറയും. എന്തിനാണ് രാവും പകൽ അവിടെ തന്നെ നിന്ന് ജോലി ചെയ്യണം 24 മണിക്കൂർ. അപ്പൊ അവർക്ക് ഫാമിലി ആയിട്ടുള്ള കണക്ഷനും ഇല്ല, യാതൊന്നും. അപ്പൊ ഫാമിലി കൊണ്ടൊന്നും പോയി ചുറ്റി വരാൻ വേണ്ടിയിട്ടൊക്കെ പറയണേ IT കമ്പനി. മനസ്സിലായില്ലേ? അപ്പൊ ഇൻസെന്റീവ് പലതുമാണ് കൊടുക്കുന്നത് അവര്. അപ്പൊ അങ്ങനെ അതെന്താ കാരണം? കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ തല ആൾമോസ്റ്റ് ബ്രെയിൻ ഡെഡ് ആവും. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ കമ്പനിയുടെ വെബ്സൈറ്റ് നോക്കി കമ്പനി പറ്റി അറിയാം. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഓർ കോളിംഗ് അപ്പ് കോളേജസ് ഓർ ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെ വിവരം നമ്മളെ ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പൊ വെബ്സൈറ്റിൽ ഓരോരോ ഇതിന്റെ നമ്മൾ നോക്കുമ്പോഴും ആ കമ്പനിയെ പറ്റി അറിയാം എന്ന് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറയാം. സോഷ്യൽ നെറ്റ്വർക്ക്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ശ്രദ്ധിച്ചോളൂ. ഇത് പറഞ്ഞേ പറ്റൂ. ഇന്നലെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ സോഷ്യൽ നെറ്റ്വർക്ക് എന്തിനറിയോ? ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേറ്റിംഗ് ദ തിങ്സ് പ്രോപ്പർലി ആൻഡ് യൂട്ടിലൈസ് യുവർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്രോപ്പർലി. ഇത് ഉപകാരം ആണ്, വളരെ അഡ്വാൻറ്റേജ് ഉണ്ട്, അതിനേക്കാളും ഡിസഡ്വാൻറ്റേജും ആണ്. മനസ്സിലാകാതെ അത് ആലോചിച്ച് പ്രവർത്തിക്കണം. ഇന്നലെ ഇവിടെ ഞാൻ ഈ സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഒരു കാര്യമാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ കേട്ടോ. മരണം ചോദിച്ചു വാങ്ങരുത്, അതിനുള്ള ഉദാഹരണം ഞാൻ പറയുന്നത്. ഇന്നലെ ക്ലാസ് എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയി. ഐ യൂസ് ടു റീഡ് അറ്റ്ലീസ്റ്റ് ടു ഫോർ ദ ലാസ്റ്റ് 50 years. ഇറ്റ് വാസ് മൈ ഹാബിറ്റ്. 2 പേപ്പർ ഞാൻ വായിക്കാറുണ്ട് ഡെയിലി. അപ്പം അതിൽ ഒരു പേപ്പർ വായിക്കണം,
വായിക്കുമ്പോൾ കണ്ടു. അപ്പം ഞാൻ പേപ്പർ വായന പണ്ട് ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹിന്ദു 64 പേജ് എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് വായിക്കാൻ 3 മണിക്കൂർ വേണം ഹിന്ദുവിൻ്റെ വായിക്കാന്ന് വെച്ചാൽ. കാരണം അത്ര എഡിറ്റോറിയലോട്ട് പതിയൊന്നും അഡ്വർടൈസ്മെന്റ് ഒന്നുമില്ല, കുറേ വായിക്കേണ്ട. നമ്മൾ മുഴുവൻ വണ്ടിയിലിരുന്ന് വായിക്കും, ഇലക്ട്രിക് ട്രെയിനിൽ, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വൈകുന്നേരം 10 മണിക്കൊക്കെ വായിച്ചു തീരൂ ആ ദിവസത്തെ പേപ്പർ. ഇപ്പോൾ 10 മിനിറ്റിന് പത്രം വായിച്ചു കഴിഞ്ഞു. കാരണം അവിടെ കൊലപാതകം, ഇവിടെ ഇത് അടിപിടി, അതേ പുറമെ മരണത്തിന്റെ ഇത് ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ഒരു പേജ്, പിന്നെ സ്പോർട്സ്മാൻ്റെ നമ്മുടെ IPLന്റെ ഒരു 2 പേജ്. എന്തെന്നാ പിന്നെ വായിക്കേണ്ടത് പത്രത്തില്? ചരമം അല്ലെങ്കിൽ ആക്സിഡന്റ് അല്ലെങ്കിൽ റിബൺ കട്ടിങ്, അതേമാതിരി ഓരോരോ ഉദ്ഘാടനം. ഇതല്ലാതെ വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നോളജ് തരുന്ന എന്തെങ്കിലും കുറെ ഒരു പേജ് അഡ്വർടൈസ്മെന്റ്. നമ്മുടെ സ്വർണ്ണക്കടയുടെ ആദ്യത്തെ പേജ്, 2ാമത്തെ പേജ്, 3ാമത്തെ പേജ്. ഇന്നലെ കണ്ടു ഏതോ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് എന്തോ റിസൾട്ട് വന്നു, എല്ലാ പത്രത്തിലും ഫുൾ പേജാണ്, എല്ലാ പത്രങ്ങളിലും. ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചവർക്ക് ഇത്ര ഫോട്ടോ. ഓക്കെ, അതൊക്കെ ശരി തന്നെ, അഡ്വർടൈസ്മെന്റ് എല്ലാം വേണ്ട തന്നെ, കുട്ടികൾക്കൊക്കെ വിവരമുള്ള. പക്ഷേ കേട്ടോളൂ, ഒരു ചെറിയ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ഒരു പത്രത്തിൽ, സോഷ്യൽ നെറ്റ്വർക്ക്. അതിൽ എന്താണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പെൺകുട്ടി പറ്റിയിട്ടാണ് ആ സോഷ്യൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ വായിച്ചാൽ അറിയാം. ഞാൻ ഇത് വായിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു ഈ കുട്ടിക്ക് അപകടം പറ്റും, വളരെ ഡേഞ്ചറസ് വേണ് ഈ കുട്ടി പോയിരുന്നത്, ഇത് അപകടം പറ്റും എന്ന് എൻ്റെ മനസ്സെന്നെ പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ ബാക്ക് ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം ഇത് വൈഡ് പബ്ലിസിറ്റി ഉള്ളതാണത്. ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞു, കാരണം ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്, ഈ കുട്ടി ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഓക്കെ ഇരുന്നു. യു വിൽ ബി സർപ്രൈസ്ഡ്, 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഹെഡ്ലൈൻ വന്നു ന്യൂസ് ചാനലിൽ, ഈ കുട്ടി മരണപ്പെട്ടു. മനസ്സിലായോ? അത് TV നോക്കിക്കോളൂ എന്താണെന്ന്. എൻ്റെ ഇത് പേപ്പർ വായിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു അപകടം വരും ഈ കുട്ടിക്ക് എന്ന്. അത് കഴിഞ്ഞിട്ട് എന്തോ ഞാൻ അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ താഴെ വരുന്നതാ ന്യൂസ്, ഈ കുട്ടിയുടെ മരണം, എന്നിട്ട് രക്ഷിതാക്കന്മാരുടെ കരച്ചിലും മറ്റേതൊക്കെയാണ്. അപ്പൊ ഞാൻ വായിച്ച സ്റ്റോറി ഉണ്ട് അപ്പുറത്ത്, ഇവിടെ കരച്ചിലുണ്ട് പുറത്ത്. അപ്പൊ എന്റെ മനസ്സിൽ ചോദിച്ചു, ഇവരെന്തിനാ കരയുന്നതെന്ന്. മരിച്ചിട്ടാണ് കരയുന്നത്. ദുഃഖം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ ഒരാളുടെ മരണം ദുഃഖമല്ലേ, തീർച്ചയായിട്ടും ദുഃഖം ഉണ്ടാവും. ദുഃഖം പാടില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അവോയ്ഡ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവമാതിരി ചില കാര്യങ്ങൾ വരും. മനസ്സിലായില്ലേ? നമ്മളെ ഒരു പർവ്വതത്തിന്റെ മീതെ ഇതിനൊക്കെ ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് അവിടെ നിന്നിട്ട് നിങ്ങൾ പിന്നപ്പുറത്ത് നോക്കാതെ നിങ്ങൾ ഫോട്ടോ എടുക്കുക. റോഡ് ഡിവൈഡർ നിന്നിട്ട് നിങ്ങൾ സെൽഫി എടുക്കുക. അപ്പുറത്തും ഇപ്പുറത്തും ഹൈവേ ആണ്, നാഷണൽ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ ആയിരിക്കും. നിങ്ങൾ മലയുടെ മുകളിൽ കയറിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണ്. അപ്പുറത്ത് അഗാധമായ ആഴായിരിക്കും. അതേമാതിരി നമ്മൾ മംഗലാപുരത്ത് ഒരു ഹോട്ടലിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് ഒരു കുട്ടി എന്താ പറയണ്ടേ, ഇതില് മുകളിൽ ചെന്നിട്ട് ഛത്തില് എന്തായാലും പറയാ, അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തു. ആ കുട്ടി ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഓരോ ആംഗിൾ നോക്കുന്ന സമയത്ത് ഡും പറഞ്ഞ സ്ലിപ്പ് ചെയ്തു, അറേബ്യൻ സീയിൽ പോയി വീണത് മാത്രം അറിയാം, ആളെവിടെ എത്തിയെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? മരണപ്പെട്ടു. അപ്പൊ ഇതൊക്കെ നോക്കണം. ഈ സോഷ്യൽ നെറ്റ്വർക്ക് നല്ലതുമാണ്, പക്ഷെ അതേ പ്രകാരം ചിലപ്പോൾ, കാരണം കമ്മ്യൂണിക്കേഷനൊക്കെ വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പൊ നിങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഇതാണ്. അപ്പൊ പക്ഷേ അത് യൂസ്ഫുൾ പർപ്പസിന് വേണ്ടി ആയിരിക്കണം എത്രമാത്രം. ബാക്കി കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓരോ കാര്യങ്ങളെ, എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവ്വം. പക്ഷെ പഠിക്കാനും
ചില സമയത്ത് നമ്മളെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഇതേമാതിരി ഇപ്പം ഇത് കഴിഞ്ഞാൽ എനിക്കിത് കഴിഞ്ഞാൽ തന്നെ അരമണിക്കൂറുണ്ട് വേറെ ഓൺലൈൻ. ഇതെല്ലാം നമുക്ക് വളരെ നെറ്റ്വർക്കിംഗ് കൂടെയാണ് സാധിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. എബവ് ആൾ ടൈം പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും വളരെ സൈബർ ഇതെല്ലാം ശ്രദ്ധാപൂർവം നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടൈം മാനേജ്മെന്റ് ദ ഹാബിറ്റ് ഓഫ് ഡിസിപ്ലിൻ. അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡിസിപ്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് കോൺസിക്വൻസ് ഓഫ് വേസ്റ്റിംഗ് ടൈം. നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഫലം പ്രൊഡക്ടിവിറ്റി വളരെ കമ്മിയായിരിക്കും. ബെനിഫിറ്റ് ചില സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ച ബെനിഫിറ്റ് കിട്ടില്ല. ഇത്ര പ്രൊഡക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല, ആളുകൾ ജോലി ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അതായത് നിങ്ങൾ ജോലി ചെയ്യാണ്ട് നിങ്ങൾ ശമ്പളം മേടിക്കുക, എന്ത് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കുള്ളത്? നേരെ മറിച്ച് നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ട് നിങ്ങൾക്ക് ശമ്പളം കിട്ടിയതായിരിക്കും. അതിന് എന്തൊരു സന്തോഷമാണ്, എന്തൊരു മധുരമാണ്. വെൻ എ പ്രൊജക്ട് or effort results in loss, conflict, ചില സമയത്ത് ഡാമേജ് ടു ദ ഗുഡ് വിൽ ഓഫ് എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ. നിങ്ങളെ ഓരോരോ കാര്യം ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ചില സമയത്തൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് എംപ്ലോയി എംപ്ലോയർ കോൺഫ്ലിക്റ്റ്, പ്രൊഡക്ഷൻ സഫർ ചെയ്യും, സ്ട്രൈക്കിൽ പോവും, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വരും. അപ്പോൾ കോൺസിക്വൻസ് ഓഫ് വേസ്റ്റിംഗ് ടൈം ഉണ്ട്. എന്തൊക്കെ വരുന്നത്? നമ്മുടെ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്ടിവിറ്റി പോവും, റെപ്യൂട്ടേഷൻ ഉണ്ടാവില്ല. നിങ്ങൾ സാധനം കൊടുക്കാൻ പറഞ്ഞ ആൾക്ക് സാധനം കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ സാധനം വാങ്ങില്ല. ഇവര് പൂവർ പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ ആയിരിക്കും. നിങ്ങൾ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ റെപ്യൂട്ടേഷൻ നിങ്ങളുടെ വളരെ മോശമായിരിക്കും. പ്രൊമോഷൻ കിട്ടില്ല. പിന്നെ അതേമാത്രം നിങ്ങൾക്ക് ഹയർ സ്ട്രെസ് ലെവൽ ഉണ്ടാവും. ചില സമയത്ത് നിങ്ങളെ പ്രതീക്ഷിക്കാത്ത മാതിരി ചില സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് കൂടും, നിങ്ങൾക്ക് ബ്രെയിൻ വർക്കില്ല. പിന്നെ അത് നിങ്ങളുടെ ശാരീരിക ഇതുവരും ബുദ്ധിമുട്ട്, ജോബ് പെർഫോമൻസിനെ എഫക്ട് ചെയ്യും, റിലേഷൻഷിപ്പ്, നിങ്ങൾ വീട്ടിൽ പോയിട്ട് കറിയും അപ്പുറത്ത് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് പിന്നെ ഇന്നലെ ആൾറെഡി ഞാൻ കേസ് സ്റ്റഡിയിൽ പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിൽ പോയാലും പ്രശ്നം, ഓഫീസിൽ പോയാലും പ്രശ്നം, ഓരോ സ്ട്രെസ് ഉണ്ടായിരിക്കും. ഇൻഎഫിഷ്യന്റ് വർക്ക് ഫ്ലോ വിച്ച് അഫക്ട് ദ കോർഡിനേഷൻ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇൻഎഫിഷ്യൻ്റ് കോർഡിനേഷൻ, പുവർ ക്വാളിറ്റി ഓഫ് വർക്ക്, ചില സമയത്ത് ലെസ് ക്വാളിറ്റി ഓഫ് ടൈം, ഇൻഡിസിപ്ലിൻ. പിന്നെ അപ്പം നമ്മൾ എന്താ വേണ്ടത്? ബെനിഫിറ്റ് ഓഫ് ടൈം മാനേജ്മെന്റ് എന്തറിയോ? ഡിസിപ്ലിൻ. അതാണ് ടൈം മാനേജ്മെന്റ്. നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാകുന്നു, മോറൽ നല്ലതാകുന്നു, കോൺഫിഡൻസ് ഉണ്ടാകുന്നു, പ്രിയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നു, ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ചെയ്യാൻ പറ്റുന്നു, ഓർഗനൈസേഷൻ സ്കില്ല് വർദ്ധിക്കുന്നു, പിന്നെ ഇംപ്രൂവ് സ്കിൽസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. നാളെ എന്താ വേണ്ട, മറ്റന്നാൾ എന്താ വേണ്ട നമുക്ക് ചെയ്യാം. നമ്മുടെ ഗോള് ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ടെക്നിക്സ് സ്മാർട്ട്, അത് ആൾറെഡി പറഞ്ഞു. പിന്നെ എഫിഷ്യന്റ് യൂസ്, റിയലിസ്റ്റിക്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു നോക്കണം കേട്ടോ. അതായത് ഞാൻ ഹിമാലയം എവറസ്റ്റ് കീഴടക്കാൻ പറ്റും എന്ന് നമ്മൾ നമ്മൾ വിചാരിച്ച പോരാ, അച്ചീവ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഗോള് സെറ്റ് ചെയ്യാൻ പാടും. അതും കൂടി ഉണ്ട് കേട്ടോ. നാളെ എനിക്ക് മുകേഷ് അംബാനി അച്ചീവ് ചെയ്യാൻ പറ്റുമോ? മുകേഷ് അംബാനി ആവാൻ പറ്റുമോ? അച്ചീവബിൾ, അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. മെല്ലെ 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 പടുത്തു കൊടുക്കുക. അതായത് ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ആദ്യം ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോർ, അല്ലെങ്കിൽ ബേസ്മെന്റ്, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ. അല്ലാണ്ട് നിങ്ങൾ 27ാമത്തെ നില ആദ്യം പണിയോ? അപ്പൊ അച്ചീവബിൾ ആയിരിക്കണം. പിന്നെ ടാസ്ക് പ്രിയോറിറ്റൈസ് ചെയ്യുക. പിന്നെ ഡു ലിസ്റ്റ്. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 9 മണിക്ക് ചെയ്യേണ്ടതാണ്, 10 മണിക്ക് എന്താ ചെയ്യേണ്ടത്, 11 മണിക്ക് എന്താ ചെയ്യേണ്ടത്, ഉച്ചയ്ക്ക് ശേഷം എന്താ ചെയ്യേണ്ടത്, 4 മണിക്ക് ശേഷം, പിന്നെ വീട്ടിൽ പോയി എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ ഹൈദരാബാദ് DRDO, എൻ്റെ ഡയറി 10-14 ദിവസം ഫുള്ളായിരിക്കും ചില സമയത്ത് ഡയറി. കാരണം പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു ഗസറ്റ് ഇതിൽ നമ്മളെ ഓഫീസ് അറിയിക്കുന്ന സമയത്ത് എനിക്ക് പ്രൈവറ്റ് സെക്രട്ടറി ഡയറി 10-14 ദിവസത്തിന് ഫുള്ളായിരിക്കും. കാരണം 9 മണിക്ക് ഒരു മീറ്റിംഗ്, 9:30 പ്രൊമോഷൻ മീറ്റിംഗ്, അത് ചിലപ്പോൾ 11 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേറെ ചില റിക്രൂട്ട്മെന്റ് ഉണ്ടാവും ചില സമയത്ത്. അത് കഴിഞ്ഞിട്ട് ലേബറിന്റെ ചില ഇഷ്യൂസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പല പല എസ്റ്റാബ്ലിഷ്മെന്റ്, ക്വാർട്ടർ മീറ്റിംഗ്, ട്രാൻസ്പോർട്ട് മീറ്റിംഗ്, അങ്ങനെ പിറ്റേ ദിവസം അവരായിട്ട് പിന്നെ അതേമാതിരി ഡൽഹി, ബോംബെ, കൽക്കട്ട, ഇങ്ങനെയുള്ള ട്രാവലിങ്, അത്തരത്തിലുള്ള ഷെഡ്യൂൾസ് ഉണ്ടായിരിക്കും. അതെന്താണ് ആദ്യം ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളെ തീരുമാനിക്കുക. പിന്നെ പിന്നെ ഒരു കാര്യം, ഒന്നും ഇന്ന് ചെയ്യേണ്ടത്, ഇപ്പൊ ചെയ്യേണ്ടത്, എസെൻഷ്യലായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ആദ്യം ചെയ്യുക. പിന്നെ അല്പം കഴിഞ്ഞിട്ട് ചെയ്യാവുന്നുണ്ട്, അത് മാറ്റി വയ്ക്കുക. അതാണ് ടു ഡു ലിസ്റ്റ്.
അതായത് മസ്റ്റ് ആൻഡ് ഷുഡ്. മസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്, ഷുഡ് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാവുന്നത്. അപ്പൊ അതാണ്. പിന്നെ സ്റ്റേ ഫോക്കസ്, പിന്നെ എപ്പോഴും അതിൽ നിങ്ങൾ ഫോക്കസ് ആയിരിക്കണം. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രമിക്കണം. ടൈം ഈസ് മോസ്റ്റ് പ്രഷ്യസ് റിസോഴ്സ്. പിന്നെ അതേമാതിരി സെൽഫ് മാനേജ്മെന്റ്, എൻകറേജ്, മോട്ടിവേഷൻ. പിന്നെ നമ്മുടെ സ്റ്റാഫിനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ നന്നായിട്ട് നല്ലതാണ് അവർ പ്രൊഡക്ടിവിറ്റി കിട്ടും. പിന്നെ വെൽ ഓർഗനൈസ് സിസ്റ്റം വേണം. പിന്നെ എക്സാമിൻ മോണിറ്റർ ചെയ്യണം, ഉത്തരവാദിത്തങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണം, സബോർഡിനേറ്റിനെ മാനേജ് ചെയ്യണം, പിന്നെ ഇംബാലൻസ് പാടില്ല. അതേമാതിരി പ്രൊമോട്ട്, ടൈം ഓഡിറ്റ്, സമയത്തിന് ചെയ്യുന്നുണ്ടോ ഓരോ കാര്യങ്ങളും കൂടി നോക്കുക. പിന്നെ ഓർഗനൈസേഷൻ, അഡ്മിനിസ്ട്രേറ്റർ, മാനേജർ ഇതൊക്കെ മോണിറ്റർ ചെയ്യുക. എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഓഫീസർ എന്താ ചെയ്യുന്ന വെച്ചാൽ ഗൈഡ് ലൈൻസ് ഉണ്ട്, അതൊക്കെ പാലിക്കണം. നിയമം പാലിക്കണം, റൂൾസ് ആൻഡ് റെഗുലേഷൻ. അതെല്ലാം അഡ്മിനിസ്ട്രേറ്ററുടെ പണിയാണ്. ആളുകളെ മോട്ടിവേറ്റ് ചെയ്യണം. ക്രെഡിറ്റ് മുഴുവൻ മാനേജർമാർ എടുക്കരുത്, അത് കൊടുക്കുക നമ്മുടെ വർക്കർമാർക്ക്. അവരുടെ പ്രയത്ന ഫലമാണ് ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റ്. ടീം മെമ്പേഴ്സിനെ വളരെ നല്ലതായ സ്നേഹത്തോടു കൂടി അതേമാതിരി എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് അതിന്റെ ലീഡറാണ്. അതാ യു ആർ എമംഗ് ദം, വൺ എമംഗ് ദം, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ക്രെഡിറ്റ് എടുക്കുമ്പോൾ അവർക്കും കൂടി ക്രെഡിറ്റ് കൊടുക്കുക, നിങ്ങൾ മാത്രം ക്രെഡിറ്റ് എടുക്കരുത്. keeps a check on the activities of administration or supervisors. So for monitoring, പിന്നെ സൂപ്പർവൈസറെ ചെക്ക് ചെയ്യണം, അയാള് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ നോക്കണ്ടേ. അതൊക്കെ നമ്മുടെ കഴിവ് നല്ല. അപ്പൊ ഒരു ലീഡർ മീൻസ് ഹി ഷുഡ് ഷോ ദ ലീഡർഷിപ്പ് ക്വാളിറ്റി. മനസ്സിലായില്ലേ? നമ്മളൊരു സോഫ്റ്റ്വെയറിനെ മാതിരിയാണ്. അതായത് കഴിഞ്ഞ് ഓരോന്ന് ഫീഡ് ചെയ്ത് അങ്ങോട്ട് മുമ്പാകം പോകണം. മനസ്സിലായില്ലേ? സ്ട്രോങ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യണത് ഹൈ ലെവലിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ അത്തരത്തിൽ പോകണം. ടൈം മാനേജ്മെന്റ്, വർക്ക് ഫോഴ്സ്, എവറി ടീം ലീഡറിനെ പറ്റിയിട്ടാണ്. ഇൻ കേസ് ഇൻഡിവിജ്വൽ സപ്പോർട്ട് അതിനെ പറ്റിയിട്ടൊക്കെയാണ്. കോൺട്രിബ്യൂട്ട് എഫിഷ്യൻലി, അച്ചീവിംഗ് ടാർഗറ്റ്, മേക്ക് മാർക്ക്, ഓരോ വർക്ക് പ്ലേസിനെ പറ്റിയിട്ടാണ്. We have discussed time management refers to the best utilization of available time which enables the individual to succeed in personal as well. ഓരോ ഗോള്, ടു ഡു ലിസ്റ്റ്, അതിനെ പറ്റിയിട്ടെല്ലാം ഞാൻ പറഞ്ഞു. അടുത്ത യൂണിറ്റ് 3, ഇത് പുസ്തകം വായിക്കുക, ഇത് പറ തന്നെയാണ് എല്ലാം. മോഡൽസ് ഓഫ് സ്ട്രെസ്. ഇവിടെ മോഡൽസ് ഓഫ് സ്ട്രെസ് ഇതില് നോക്കൂ. യൂണിറ്റ് 3, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. അതെന്താണെന്ന് പറഞ്ഞു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ജനറൽ അഡാപ്റ്റേഷൻ, പൊതുവെ സ്വീകരിക്കുന്നത്. സിൻഡ്രോം പറഞ്ഞ രോഗലക്ഷണം. കോഗ്നിറ്റീവ്, വൈജ്ഞാനിക സയന്റിഫിക് അപ്രൈസൽ മോഡൽ. പേഴ്സൺ എൻവയോൺമെന്റ് ഫിറ്റ് മോഡൽ. ഓക്കെ. പിന്നെ സൈക്കോ ഡൈനാമിക് തിയറി, വൈകാരികമായോ മാനസികമായോ ഉള്ള അത് പ്രവർത്തനം. ജനറ്റിക്, ജനകീയമായ ജന്മസിദ്ധമായിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ തിയറി. പിന്നെ ഡയത്തസിസ്, അതായത് രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന സ്ട്രെസ് മോഡൽ. ഇൻട്രൊഡക്ഷൻ ടു സജസ്റ്റ് ആൻ ഇന്റർവെൻഷൻ ഓർ ട്രീറ്റ്മെന്റ്. ഇവിടെ എന്താണ് പറയുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്ട്രെസ്. ഏത് വിധത്തിലാണ് നിങ്ങൾക്ക് സ്ട്രെസ്, അതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അസുഖങ്ങൾ ചിലപ്പോ നമുക്ക് നടക്കാൻ വയ്യല്ലോ, ചിലപ്പോ ജോലി ഇല്ലാണ്ട് വരും, അത് സ്ട്രെസ് ആയില്ലേ? അപ്പൊ ഈ സ്ട്രെസ് പറഞ്ഞ പല കാരണങ്ങളുണ്ടായിരിക്കും. ചിലപ്പോ തലേ ദിവസം ചിലപ്പോ മദ്യപിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ലേറ്റായി, അപ്പൊ അത് തലവേദന ആയിരിക്കും, അതും സ്ട്രെസ്സാണ്. ഒക്കെ സ്ട്രെസ്സാണ്. അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്യണം നമ്മുടെ എന്ത് സ്ട്രെസ്സാണ്, സ്ട്രെസ് എന്താണ്, എന്തുകൊണ്ട്. പിന്നെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വിഷമങ്ങൾ ഉണ്ടായിരിക്കാം, ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോ. അങ്ങനെ കോമ്പൗണ്ട് പ്രോബ്ലംസ്. എ പേഴ്സൺ ഹാസ് ഫീവർ, ചിലപ്പോൾ പനി ഉണ്ടായിരിക്കും. അപ്പൊ ചില സമയത്ത് എന്ത് ട്രീറ്റ്മെന്റ് ആണ്? പനി പല വിധത്തിലുണ്ട്. തക്കാളി പനി, പൂച്ചപ്പനി, പട്ടിപ്പനി പറഞ്ഞിട്ട് ഒരുപടി പനിയുണ്ട്. നമ്മുടെ ടൈഫോയിഡ് ഉണ്ട്, അനവധി പനി തന്നെ പലവധി. തക്കാളി പനിക്ക് പറ്റുന്നില്ലേ? പല പനികളുണ്ട്. ചിക്കൻ പോക്സ്, പിന്നെ അങ്ങനെ പലതും ഉണ്ട്. സോ ഇൻ കേസ് ഓഫ് സ്ട്രെസ് ആസ് വെൽ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് സ്ട്രെസ് ദ ഇൻഡിവിജ്വൽ ഈസ് അണ്ടർഗോയിങ്. അപ്പൊ സ്ട്രെസ്സിനെ കണ്ടുപിടിച്ചിട്ടല്ലേ നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂ. സോ വി ഹാഡ് ഡിസ്കസ് അബൌട്ട് സ്ട്രെസ്, അതിന്റെ കൺസെപ്റ്റ് എന്തൊക്കെയാണ്. ഫർദർ വി ആൾസോ ഫോക്കസ് ഓൺ സോഴ്സ്. പിന്നെ എങ്ങനെ ഈ സ്ട്രെസ്സിന്റെ സോഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് മോഡൽസ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ചിലപ്പോൾ ഈ സ്ട്രെസ് വരുന്ന സമയത്ത് എന്താണ് കാരണം? ചിലപ്പോൾ നമ്മളതിന് ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ
സ്ട്രെസ് വരുന്ന സമയത്ത് അതിന് ഫേസ് ചെയ്യുക. ഓക്കെ, നമ്മളിന്ന് കണ്ടോളാം. അല്ലെങ്കിൽ അവിടുന്ന് അത് വേണ്ട ഇച്ചിരി ഓടുക, വേണ്ട അവിടുന്ന് യു എസ്കേപ്പ്. അതാണ് ഫ്ലൈറ്റ്. പിന്നെ ജനറൽ അഡാപ്റ്റേഷൻ. ജനറൽ അഡാപ്റ്റേഷൻ പറഞ്ഞാൽ ആൾറെഡി നമ്മൾ പിന്നെ നോക്കൂ, GA എവിടെ, GA സിൻഡ്രോം, ജനറൽ അഡാപ്റ്റേഷൻ. സോ അതായത് ഹാൻസ് സെല്ലി പുട്ട് ഫോർവേഡ് 3 stages, സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. അപ്പൊ ഈ സ്റ്റേജ് 1 എന്താണ് അറിയോ, അല്ല നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്ക് സിഗ്നൽ ഇത് അപകടത്തിലാണ് പോകുന്നപ്പെട്ട് വരും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ. ഇപ്പൊ ഉദാഹരണം, ഡ്രഗ്. നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ചിലപ്പോൾ അയ്യോ നമുക്ക് ഇതൊന്ന് മുക്തി തരാൻ വേണ്ടിയാണ് കഴിച്ചു വിചാരിക്കുക, പിന്നെ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയായിട്ട് പരിണമിക്കും. അലോം, റിയാക്ഷൻ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതും നമ്മുടെ ഒരു അഡാപ്റ്റേഷൻ സിൻഡ്രോമാണ്. പിന്നെ വേറൊന്ന്, ഇതില് പല 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 ഇതുണ്ട്. സോ മെനി മെഡിക്കൽ ടേംസ് ദേ ഹാവ് മെൻഷൻ. ദെൻ സ്റ്റേജ് 2, സ്റ്റേജ് 2 സെക്കൻഡ്, അതിന് റെസിസ്റ്റൻസ്. നമ്മളെ എന്ത് പറഞ്ഞാലും നമ്മള് അതൊരു മോഡലാണ്, നമ്മൾ സ്വീകരിക്കില്ല, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുള്ളൂ. അറിയാലോ, നമ്മൾ കമ്പ്യൂട്ടർ വേണമെന്ന് വേണ്ട, കാൽക്കുലേറ്റർ വേണമെന്ന് വേണ്ട, മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാം വേണ്ട വേണ്ട വേണ്ട. റോക്കറ്റ് വിക്ഷേപണം പറഞ്ഞപ്പോ ആദ്യം വേണ്ട. ഓക്കെ, ഇപ്പൊ ഓരോരോ കാര്യങ്ങളും വേണ്ട വേണ്ട. അവസാനം ഇപ്പൊ എന്തായി? കമ്പ്യൂട്ടർ ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇപ്പൊ നമ്മൾ ക്ലാസ്സിലെടുക്കുക? ഒരു കാലത്ത് കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് അജിറ്റേഷൻ നടന്ന സ്ഥലമാണ് അത്. കാൽക്കുലേറ്റർ വേണ്ട എന്ന് പറഞ്ഞിട്ട് LICയില് ഞങ്ങളുടെ ജോലി പോകുമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ സ്ഥിതി എന്താണ് ഒന്ന് ആലോചിച്ചു. കമ്പ്യൂട്ടറിലൊന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഉണ്ട് ആയിരക്കണക്കിന് ലക്ഷത്തിന്റെ റിസർവേഷൻ ആണ് ഇന്ത്യയിൽ നടക്കുന്നത്, റെയിൽവേ റിസർവേഷൻ. 8 മണിക്കാണ് കൗണ്ടർ തുറന്ന. അല്ല ഇപ്പൊ പിന്നെ എത്ര ഇതാണല്ലോ 24 മണിക്കൂർ. എത്രയാണെന്നൊന്ന് കമ്പ്യൂട്ടറിനൊന്ന് ആലോചിച്ച് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നമ്മൾ ഈ ക്ലാസ്സുകളും ഒക്കെ ഇപ്പൊ ഈ കോവിഡ് ടൈമിൽ ഞാൻ എത്ര ക്ലാസ് എടുത്തു എനിക്ക് എണ്ണാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഞാൻ എത്ര ക്ലാസ് എടുത്തു എഗെയിൻ എനിക്ക് എണ്ണാൻ പറ്റില്ല, എത്ര കോഴ്സിന്റെ എഗെയിൻ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇതാണ് എന്താ പറയണ്ടേ, ഈ ചില സമയത്ത് നമ്മൾ റെസിസ്റ്റൻസ് ചെയ്താലോ, വേണ്ട എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ പിന്നെ വയ്യെങ്കിൽ പിന്നെ ഒരു അപ്പൊ അത് ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഒഴുകി ടെക്നോളജി അങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കും, അതിനോടൊപ്പം പോവുക. ഒഴുക്കിനെതിരെ നീന്താൻ പറ്റില്ല. നദി ഒഴുകുമ്പോ അതിൽ പെട്ട അതിനോടൊപ്പം പോവുക. എവിടെയെങ്കിലും ഒരു മരം കാണാം, അങ്ങനെ പിടിച്ചിട്ട് എവിടെയെങ്കിലും കരയിലെത്തും, അല്ലെങ്കിൽ വെള്ളത്തിങ്ങനെ പോവും. പക്ഷെ ഒഴുക്കിനെതിരെ നീന്താല, റെസിസ്റ്റൻസിനെതിരെ. ദർ ഷുഡ് നോട്ട് ബി എനി റെസിസ്റ്റൻസ് ഫോർ ചേഞ്ച്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ എവിടെ പിന്നെ സ്റ്റേജ് 3 ഇതെന്താണത്? ദി ലാസ്റ്റ് സ്റ്റേജ് ഈസ് ഇത് ശ്രദ്ധിക്കണം. സ്റ്റേജ് 3 അതായത് നിങ്ങൾക്ക് തളരുന്ന, അതായത് എക്സോസ്റ്റ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് ജോലി, പല വിധത്തിൽ ടെൻഷൻ ഉണ്ടായിരിക്കും, മനസ്സിലായില്ലേ? അതായത് കുട്ടികൾക്ക് അസുഖം, ഭർത്താവിന് അസുഖം, കുട്ടികൾക്ക് ഫീസ് കൊടുക്കണം, ഭാര്യയ്ക്ക് ചിലപ്പോൾ ഡെയിലി വേജസ് വർക്കായിരിക്കും, 10 ദിവസം ജോലി ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല, ഭക്ഷണം ഇവർക്കൊക്കെ കൊടുക്കണം, എവിടുന്ന് കിട്ടും, എവിടുന്ന് കാശ്, റേഷൻ ഇവിടുന്ന് വാങ്ങും, റേഷൻ കടയിൽ കാശ് കൊടുക്കാണ്ട് റേഷൻ കിട്ടും. ഇത്തരത്തിലുള്ള നമ്മൾ എക്സോസ്റ്റ് ചെയ്യും. ജോലിയും ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വീട്ടിലത്തെ പണിയും ചെയ്യണം, കുട്ടികളെ നോക്കണം, ആ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ ഭർത്താവിന് ചിലപ്പോൾ ചില സമയത്ത് അയാൾ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ട് എന്തൊക്കെ ആയിരിക്കും, അപ്പോൾ ചിലപ്പോൾ അബോധാവസ്ഥയിലായിരിക്കും, ചില കോമയിലായിരിക്കും. അങ്ങനെയൊക്കെ പല 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 സ്ട്രെസ്സും നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മളെ എക്സോസ്റ്റ് ചെയ്യും. പക്ഷെ എക്സോസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ, മാനസിക രോഗികളായിട്ട് പരിണമിക്കും. ചില സമയത്ത് താങ്ങാൻ പറ്റാത്ത പ്രഷർ വരും സമയത്ത്, അത് ശ്രദ്ധിക്കണം. ചില സമയത്ത് ചിലപ്പോൾ നമ്മുടെ സൈക്കോളജിക്കൽ ഇത് പല വിഷമങ്ങളും നമ്മൾ സംഭവിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യണം. ബ്ലഡ് പ്രഷർ, ഹോർമോൺസിന്റെ ട്രാൻസ്ഫർ ഓഫ് എനർജി, അങ്ങനെ പല പല നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യില്ല. ക്രോണിക് സ്ട്രെസ്, ചിലപ്പോൾ അസുഖങ്ങള് വരാൻ ചാൻസ് ഉണ്ട്, മനസ്സിലല്ലേ? ഡിട്രിമെന്റൽ എഫക്ട്, ഫിസിയോളജി ഡിട്രിമെന്റൽ, അപകടകരമായ ഇതിൽ പോവും ഈ സ്റ്റേജ് 3. ഓക്കെ, കോഗ്നിറ്റീവ് അപ്രൈസൽ മോഡൽ.
എന്താ അത്? This model relates to the perspective put forth by the Lazarus and എന്താ believed that stress occurs as a result of an interaction between ഒരാള് ഒരു എൻവയോൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ. പ്രഷർ വരില്ലേ? ഇപ്പൊ നമ്മള് ഒരു ജോലി സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റ് എന്താന്ന് അറിയണ്ടേ? അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ വേറെ ഇപ്പൊ ഹിമാലയത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കോൾഡ്, അവിടുത്തെ എൻവയോൺമെന്റ് ആയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യണ്ടേ? He also focused on the cognitive appraisal that is carried out by an individual while determining whether a situation event is stressful. ചില സമയത്ത് സ്ട്രെസ്ഫുൾ ആയിരിക്കും. He further stated that ഇത് ഇയാളുടെ ഒരു തിയറിയാണ് കേട്ടോ. Cognitive appraisal is carried out. The term cognition denotes various mental process like thinking, കാരണാരെ, reasoning, deciding, attention, perception, memory, problem solving, ക്രിയേറ്റിവിറ്റി. ഇതൊക്കെയാണ് സയന്റിഫിക് വേ ഉള്ള ഓരോ വിധത്തിലുള്ള സ്ട്രെസ്, മെമ്മറി, പെർസെപ്ഷൻ, കാഴ്ചപ്പാട്, പ്രോബ്ലം സോൾവിങ്, എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുക, എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പല ഇത്. പിന്നെ പേഴ്സൺ എൻവയോൺമെന്റ് ഫിറ്റ്, ഇത് ഒരു സൈക്കോ ഡൈനാമിക് തിയറി. ഇത് ആൾറെഡി ഞാൻ എന്താണെന്ന് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എവിടെ പേഴ്സൺ ഇത് എവിടെ എന്താ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എക്സിസ്റ്റ് വിത്ത് റിഗാർഡ് ടു നീഡ്സ് ആൻഡ് എബിലിറ്റീസ്. നിങ്ങളുടെ നീഡും നിങ്ങളുടെ എബിലിറ്റിയും. ആൻഡ് സ്ട്രെസ് ഈസ് ക്രിയേറ്റഡ് വേർ ദർ ഈസ് എ മിസ്ഫിറ്റ്, അതായത് നിങ്ങളുടെ എബിലിറ്റിയും നിങ്ങളുടെ അംബിഷനും ബിറ്റ്വീൻ ദ ഡിമാൻഡ്സ് that an individual is exposed to and the resources that he possesses. മനസ്സിലായില്ലേ? അതാണ് പേഴ്സൺ എൻവയോൺമെന്റ് ഫിറ്റ്. ഓക്കെ. പിന്നെ സൈക്കോ ഡൈനാമിക് തിയറി എന്ന് പറഞ്ഞാൽ അതും ഈ തിയറി സൈക്കോ തിയറി ആൾസോ എക്സ്പ്ലെയിൻ ഫ്രോഡ് ഡിസ്ക്രൈബ്ഡ് എ സിഗ്നിഫിക്കന്റ് അതെന്താണ് occur when an external objective anger that is existing. നമുക്ക് ചിലപ്പോൾ ദേഷ്യം, അതേമാതിരിയുള്ള റിലേഷൻഷിപ്പ്, സ്ട്രെസ്, സ്ട്രെയിന്, ട്രോമാറ്റിക്, അങ്ങനെ ആങ്സൈറ്റി, എന്തായിരിക്കും, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. അതാണ് ആ തിയറിയെ പറ്റിയിട്ടാണ് ഇത്. അടുത്തത് ജനറ്റിക്. മെയിൻ ഫോക്കസ് ഓഫ് ദിസ് തിയറി ഹൗ സ്ട്രെസ് ഈസ് റെസിസ്റ്റഡ് ആൻഡ് കോപ്ഡ് വിത്ത്. എങ്ങനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ കോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് സയന്റിഫിക് ചില കാര്യങ്ങളാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഫെനോടൈപ്പ് ആൻഡ് ഫിസിയോളജിക്കൽ, ഇതെല്ലാം ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഓരോരോ അപ്രോച്ചും അതേമാതിരി നമ്മുടെ എങ്ങനെ നമ്മൾ അത്ര ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡയറ്റിസ് മോഡൽ, അതായത് ഇതെന്താണെന്ന് വെച്ചാൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷണൽ തിയറി മെയിൻലി ഫോക്കസ് ഓൺ ഹൗ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ക്യാൻ മേക്ക് ആൻ ഇൻഡിവിജ്വൽ പ്രോൺ ടു സ്ട്രെസ് ഒരാളുടെ. ഓക്കെ. The diabetic stress model, on the other hand, focuses on the role of both genetic environment and determining whether the individual will experience stress or not. അടുത്ത് അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി പറയണ്ട, നീക്കോളും ഒരു മിനിറ്റ് കേട്ടോ. ഇവിടെ സ്റ്റേജസ് ഇൻ ജനറൽ അഡാപ്റ്റേഷൻ, അതായത് പെർസീവ്ഡ് സ്ട്രെസ്, അലാം റിയാക്ഷൻ, റെസിസ്റ്റൻസ്, എക്സോസ്റ്റൻസ്. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ദ മോഡൽ ഇവിടെ പേഴ്സൺ എൻവയോൺമെന്റൽ ഫിറ്റ് മോഡൽ, PE fit. The model was proposed by French, Harrison and Capron in 1982. The main assumption of this model is that individual differences exist with regard in ഓരോരുത്തരുടെ എബിലിറ്റിയും അതേമാതിരി ആവശ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവല്ലോ. അപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാവും. ആൻഡ് സ്ട്രെസ് ഈസ് ക്രിയേറ്റഡ് വെൻ ദർ ഇസ് എ മിസ്ഫിറ്റ്. നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ കഴിവും. നമ്മുടെ ആവശ്യം കണ്ടമാനുണ്ട് വിചാരിക്കുക. ഒരു സപ്പോസ് ഒരു വിവാഹത്തിന് ഒരു 10 ലക്ഷമാണ് വിചാരിക്കുക, നമ്മുടെ ആകെ 1 ലക്ഷം വിളിച്ചാലോ. അപ്പൊ നിങ്ങളുടെ ഇതും കഴിവും നിങ്ങളുടെ ആവശ്യവും മിസ്ഫിറ്റ് ആയില്ലേ. സൈക്കോ ആൾസോ എക്സ്പ്ലെയിൻ ഫോർ സ്ട്രെസ്, ആങ്സൈറ്റി, ട്രോമാറ്റിക്, അപകടകരമായ ഇത്, സാഡ്, സിഗ്നൽ ആങ്സിറ്റി, കൺസിസ്റ്റന്റ് വിത്ത് റിലേഷൻ ബിറ്റ്വീൻ സ്ട്രെസ്, ഓരോ വിധത്തിലുള്ള സ്ട്രെസ്. അപ്പൊ അങ്ങനെ ഇൻഡിവിജ്വൽ റിലേറ്റഡ് ടു ദ റിപ്രസ് സെക്ച്വൽ ഡ്രൈവ്സ് ഇൻ ഇൻസ്റ്റിങ്സ് ദാറ്റ് ആർ അഗ്രസീവ് വിത്തിൻ ദി ഇൻഡിവിജ്വൽ, ഓരോ മനുഷ്യന്റെ സ്വഭാവ വ്യത്യാസങ്ങള് ഡെവലപ്മെന്റ്. പിന്നെ ജനറ്റിക് പറഞ്ഞാൽ ദ മെയിൻ ഫോക്കസ് ഓഫ് ദിസ് തിയറി ഈസ് ഓൺ ഹൗ സ്ട്രെസ് ഈസ് റെസിസ്റ്റഡ് ആൻഡ് കോപ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അപ്പൊ അതിനെ പറ്റിയിട്ടാണത്. പിന്നെ
യെസ് ഇൻഡിവിജ്വൽ പ്രോൺ ടു സ്ട്രെസ്. പിന്നെ ചിലവർക്ക് ഓരോരോ പ്രോൺ ടു സ്ട്രെസ്, ഓരോരുത്തർക്ക് ഇങ്ങനെ അസുഖം അത് എന്താ പറയണ്ടേ, പ്രോണാണ് ചില സമയത്ത്. ദി diathesis stress model, on the other hand, focuses on the role of both genetic and environment in determining whether the individual will experience stress or not. ഇത് ആണ്, അത് ജസ്റ്റ് ഒന്ന് വായിക്കുക. അടുത്ത് to summarize, in the present unit we discuss about, അപ്പൊ ഇതിനു മുമ്പേ ഞാനൊന്ന് പറയട്ടെ. കോഗ്നിറ്റീവ് അപ്രൈസൽ മോഡൽ എന്ന് വെച്ചാൽ ദി മോഡൽ റിലേറ്റ്സ് ടു ദി പെർസ്പെക്റ്റീവ് put forth for the Lazarus and his colleagues. Lazarus believed that stress occurs as a result of an interaction between the individual and the environment. Okay, he also focused on the cognitive appraisal, primary and secondary appraisal. Okay, that is carried out by an individual while determining whether a situation event stressful or not. Okay, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയാത്തസിസ് സ്ട്രെസ് മോഡൽ പറഞ്ഞാൽ അതായത് ഫെസിലിറ്റി, അതായത് ഫോക്കസസ് ഓൺ ദി റോൾ ഓഫ് both genetics and the environment and whether the individual will experience or not. Okay, then general adaptation syndrome പറഞ്ഞ this was introduced by Seeley and include മൂന്ന് സ്റ്റേജ് ഞാൻ പറയില്ലേ, ഫസ്റ്റ് സ്റ്റേജ് 1, സ്റ്റേജ് 2. പിന്നെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ തിയറി. ദ മെയിൻ ഫോക്കസ് ഓഫ് ദി തിയറി ഈസ് ഓൺ ഹൗ stress is resisted and coped with the help of genotype and phenotype. അതാണ്. പിന്നെ സൈക്കോഡൈനാമിക് തിയറി. സൈക്കോഡൈനാമിക് തിയറി പറഞ്ഞാൽ the psychodynamic theory also explains stress in which Freud described signal anxiety and traumatic anxiety. Okay, and signal ആങ്സൈറ്റി പറഞ്ഞാൽ നമുക്ക് മുമ്പേ തന്നെ അറിയാം. നമുക്ക് ചില കാര്യം ഇപ്പം നമ്മൾ ഈ ഹാർട്ട് ബീറ്റ് ഇതൊക്കെ നമുക്ക് മുമ്പേ കൂട്ടിയിട്ട് അറിയാമെന്നല്ലേ ഇതൊക്കെ ചില സമയത്ത്. സോ ചിലപ്പോൾ ഹാർട്ടിൻ്റെ അറ്റാക്കിൻ്റെ വരെ സമയത്തിന് മുമ്പേത്തെ അതിൻ്റെ ചില ക്ലൂ. അപ്പോൾ ദ കൺസിസ്റ്റന്റ് വിത്ത് റിലേഷൻ ബിറ്റ്വീൻ സ്ട്രെസ്സർ ആൻഡ് സ്ട്രെയിൻ ഈസ് പ്രസന്റ് ആൻഡ് ട്രോമാറ്റിക് ആങ്സൈറ്റി ഓഫ് ചില ഉത്കണ്ഠ. ഓക്കെ, that occurs with the individual. അങ്ങനെ പല കാര്യങ്ങൾ, പല ഉത്കണ്ഠകൾ ഉണ്ടാവും, മനസ്സിലായി. അപ്പൊ അങ്ങനെ ശാരീരികമായുള്ള പ്രശ്നം, സ്ട്രെസ് ചില സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളായി. അപ്പൊ ഞാൻ ഇതൊന്ന് സമ്മറൈസ് ചെയ്യട്ടെ. ടു സമ്മറൈസ്, ഇൻ ദി പ്രസന്റ് യൂണിറ്റ് വി ഡിസ്കസ് അബൌട്ട് വേരിയസ് വാസ് ദാറ്റ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒന്നുമില്ലെങ്കിൽ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുക, അതല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൽ നിന്ന് അവിടെ നിന്ന് ഓവർകം ചെയ്യുക, പോവുക. Cannon initially termed stress as the emergency response and further elaborated that stress had its source in fighting emotions. മനസ്സിലായില്ലേ, ഫൈറ്റിംഗ് എമോഷൻ. അത് ചില ഓരോ കാര്യങ്ങൾ എന്താ ചെയ്യുക, എങ്ങനെ പഠിച്ച് പാസ്സാവുക, എക്സാമിനേഷൻ എങ്ങനെ പാസ്സാവുക, നമ്മുടെ ഇപ്പൊ സിവിൽ സർവീസിന്റെ പല പരീക്ഷ PSC അതുവരെ നമുക്ക് ടെൻഷൻ അല്ലേ. According to Cannon, stress was an outcome of an environmental demand that was external and that led to an imbalance in the natural steady state of an individual. Thus, when an individual faces a situation that is threatening, he or she will either get ready to fight the threat or may fight or run away from the situation. അപ്പൊ ചിലർക്ക് ഇത് ഫേസ് ചെയ്യാൻ പറ്റില്ല. So the individual will thus experience certain physiological change that gets him, her റെഡി ടു ഫൈറ്റ്. അപ്പൊ ചിലവരെ ഇതിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കും. ചിലവർക്കുണ്ടോ എത്ര ധീരന്മാരുണ്ടായിരിക്കും, ചില സമയത്ത് ഒന്നും പ്രശ്നമല്ല, അതൊക്കെ ഈസി ആയിട്ട് എടുക്കും. അങ്ങനെ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ആൻഡ് കോംപ്ലിമെന്റ് ഈച്ച് അതർ ഇൻ ഡിറ്റർമിനിങ്. അപ്പോ സ്ട്രെസ് സ്വാഭാവികമാണ്, ജന്മസിദ്ധ. എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ വിധത്തില്. നമുക്ക് പണമുള്ളവനും പണമില്ലാത്തവനും എല്ലാം ഇതുണ്ടാവും. An individual resist stress will depend on his genetic disposition. See, ഇവിടെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ സ്ട്രെസ് ഇല്ലാത്ത ആരും ഇല്ല, ഒരു വിധത്തിലെങ്കിൽ വേറെ വിധത്തില്. ഒന്ന് ശാരീരികമായി, അല്ലെങ്കിൽ മാനസികമായി, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ട് എല്ലാവർക്കും പ്രശ്നമുണ്ട്. പണക്കാരണം എല്ലാവർക്കും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് IT മേഖല ഇതിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഭാര്യ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഭർത്താവ് അങ്ങോട്ട് ജോലിക്ക് പോകും. കാരണം അവരുടെ ജോലി വേ ഓഫ് ഇതാണ്.
പോകുന്നതിന് സമയമുണ്ട്, വരുന്നതിന് സമയമില്ല. കാരണം എന്താ വെച്ചാൽ അത്രയാണ് ഇതാണ് ചില വർക്കാണ്. അപ്പൊ സ്ട്രെസ് കണ്ടമാനുണ്ടാവും, ഒക്യുപ്പേഷണൽ പ്രോബ്ലംസ് പലതും ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ വി ഹാവ് ടു ജസ്റ്റ് കൺട്രോൾ ദിസ് തിങ് എവറിഥിങ് ആൻഡ് ലീവ് കംഫർട്ടബിളി ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. അത് നമ്മള് ബാലൻസ് ചെയ്യുക. കുടുംബത്തിൽ പോയാൽ കുടുംബത്തിനെ നോക്കുക, ഓഫീസിൽ പോയാൽ ഓഫീസിനെ നോക്കുക. ശരീരം, ഹെൽത്ത് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ഓൾസോ. അപ്പൊ അത് നിങ്ങളും ആരുടെയായാലും ഫാമിലിയുടെ ഹെൽത്ത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് പ്രിസർവ് ഇറ്റ് ആൻഡ് simultaneously work and concentrate properly and remove tension and with the proper joy and enthusiasm you work, then there will not be any conflict. And ഇതേമാതിരിയുള്ള ഓരോരോ അതേമാതിരി ടൈം നമ്മളെ മാനേജ് ചെയ്യുക പ്രോപ്പറായിട്ട്. മാനേജ്മെന്റ് ഈസ് ഓൾസോ, ടൈം മാനേജ്മെന്റ് ഈസ് ഓൾസോ very very essential. Thank you. See you tomorrow.